നമസ്കാരം, റിയൽ ന്യൂസ്. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന്റെ 21 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പഞ്ചായത്ത് വരണാധികാരി കൊയിലാണ്ടി ഭൂരേഖ തഹസിൽദാർ K. ലതീഷ് കുമാറിനാണ് പത്രികകൾ സമർപ്പിച്ചത്. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബു ഹാജി പാറക്കൽ, ജനറൽ കൺവീനർ KK സുരേഷ്, UDF നേതാക്കളും പത്രികാ സമർപ്പണത്തിന് നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയാണ് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന്റെ 21 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒത്തുകൂടിയ സ്ഥാനാർത്ഥികൾ പ്രകടനമായാണ് പ്രവർത്തകരോടൊപ്പം പഞ്ചായത്തിലെത്തിയത്. തുടർന്ന് പഞ്ചായത്ത് ഭരണാധികാരി കൊയിലാണ്ടി ഭൂരേഖ തഹസിൽദാർ K. ലതീഷ് കുമാറിന് പത്രികകൾ സമർപ്പിച്ചു. UDF ചെയർമാൻ അബു ഹാജി പാറക്കൽ, ജനറൽ കൺവീനർ KK സുരേഷ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PP കോയ ഹാജി, മുൻ KPCC അംഗം എടാടത്ത് രാഘവൻ തുടങ്ങിയവരും മറ്റ് UDF നേതാക്കളും പത്രികാ സമർപ്പണത്തിന് നേതൃത്വം നൽകി. യഥാക്രമം 1 എംബിച്ചി ബാവ കിഴുവന, 2 ബിന്ദു തന്നശ്ശേരി മീത്തൽ, 3 റംല ഗഫൂർ, 4 ഷീന ഭാസ്കരൻ, 5 ഷൈനി പട്ടാങ്കോട്ട്, 6 NP ഹേമലത, 7 അഞ്ജു കൃഷ്ണൻ ചേനമ്പൊയിൽ, 8 അജീഷ് കുമാർ ഉള്ളിയേരി, 9 അഷറഫ് നാറാത്ത്, 10 റജുല ഹനീഫ, 11 ലജിത സുരേഷ്, 12 പ്രസീത മണി, 13 ഷിബു കാരടിപ്പറമ്പിൽ, 14 ജസ്ന ഫൈസൽ, 15 ലൈല ബി ലത്തീഫ്, 16 EV ബാബു, 17 സതീഷ് കന്നൂര്, 18 കൃഷ്ണൻ കോവിൽ, 19 ശശി അരീക്കൽ, 20 മോളി സജീവൻ, 21 സുജാത നമ്പൂതിരി എന്നിവരാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.